നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഈ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അന്ന് ഈ സിനിമാ നടന്റെ മോൻ എന്നുള്ള ഒരു പ്രിവിലേജോ കാര്യങ്ങളോ ഒക്കെ ആരെങ്കിലും ചോദിച്ചിരിക്കുമായിരുന്നോ? അതോ ഈ അച്ഛൻ വില്ലനായിരുന്നല്ലോ, അതെ അതെ, അതൊക്കെ കൂട്ടുകാരൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമോ ആ സമയത്ത് സിനിമ കണ്ടിട്ടൊക്കെ? എനിക്ക് ഓർമ്മ, എൻ്റെ കുഞ്ഞിൽ എനിക്കൊന്നും ഞാൻ UKG മറ്റു പഠിക്കുമ്പോഴാണ് ഇന്ദ്രജാലം സിനിമ നടക്കുന്നത്. അപ്പൊ അന്ന് തൊട്ട് എല്ലാവർക്കും ഈ ഇന്ദ്രജാലത്തിലെ വില്ലനോട് അങ്ങനെ ഒരു വെറുപ്പുണ്ടാവുന്ന ഒരു വില്ലനല്ലല്ലോ, അല്ല, ചെറിയൊരു ഇഷ്ടവും കൂടി അയാൾക്കൊരു ഹ്യൂമറൊക്കെ ഉണ്ട്. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അങ്ങനെ ഒരു വെറുപ്പുണ്ടായിട്ടില്ല. എന്നാലും ഭയങ്കര ഭയങ്കര കട്ട മോഹൻലാൽ ഫാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്ന് പറയും, നിന്റെ അപ്പനെ പിന്നെ കണ്ടോളാട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം, ഇനി നമുക്ക് ടെൻഷനുണ്ട്, ഇനി വഴിയിഴങ്ങാനും വെച്ച് ഇടിക്കൂ, ഇനി അപ്പന് വെച്ചേക്കുന്നത് എനിക്കിട്ട് കിട്ടുമെന്നൊക്കെയുള്ള അങ്ങനത്തെ ചെറിയ ടെൻഷനൊക്കെ കൊച്ചിലെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. അതാ അന്നോട്ട് ഇന്ന് വരെ, ഇന്നിപ്പോ സീറ്റിൽ ഇരിക്കുമ്പോൾ വരെ ആ ഒരു പ്രിവിലേജിലാണല്ലോ. അതെ. അച്ഛൻ്റെ കൂടെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ സിനിമകൾ? സിനിമ കണ്ടിട്ടുണ്ടോ ചോദ്യം അങ്ങനെയല്ല, നമ്മുടെ അച്ഛൻ അഭിനയിച്ച സിനിമകൾ കൊണ്ടുപോയി കാണിക്കുന്ന അദ്ദേഹത്തിന് അങ്ങനെ തിയേറ്ററിൽ പോകാനൊക്കെ പറ്റുമായിരുന്നോ? ഒരു സമയത്തൊക്കെ വലിയ പാടായിരുന്നു. കാര്യം ഒരു മിഡ് 90s നല്ല തിരക്കായിരുന്നു. അങ്ങനെ തിയേറ്ററിൽ പോകുന്ന ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തൊമ്മനും മക്കളൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടത്. അത് ഭയങ്കരമായിട്ട് പടം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരെടുത്ത് ബുക്ക് ചെയ്യണ ചേർത്തലയിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു ആ സിനിമയുടെ ഓർമ്മയുള്ളത്. പിന്നെ കരിമാടിക്കുട്ടന് അങ്ങനെയുള്ള സിനിമകളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ വളരെ അപൂർവമായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ നാടകം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, സിനിമ നമ്മൾ പോകണമല്ലോ, ഞാൻ തിയേറ്ററിൽ പോയി എന്ന് ചോദിച്ച പോലെ തന്നെ ലൊക്കേഷൻ അനുഭവങ്ങൾ ഏതാണ്? ഏതൊക്കെ പടങ്ങളിൽ പോയിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ? ആദ്യം പോയ ലൊക്കേഷൻ ഏതാണ്? എൻ്റെ ഓർമ്മയിലുള്ളത് ഏറ്റവും ആദ്യത്തെ ഞാൻ കണ്ട ലൊക്കേഷൻ ലാൽ സലാമിൻ്റെ ലൊക്കേഷനായിരുന്നു. അതൊരു ചെറിയൊരു ഓർമ്മയുള്ളൂ, വളരെ ചെറിയൊരു ഓർമ്മ. പിന്നെ കുറച്ച് ഓർമ്മയുള്ളത് ആയിരപ്പറയുടെ ലൊക്കേഷനിൽ. പിന്നെ നല്ല ഓർമ്മയുള്ളത് തൊമ്മനും മക്കളുമായിരുന്നു. ആയിരപ്പറ കഴിഞ്ഞാൽ പിന്നെ അത്രേ ഉള്ളൂ. അതിനിടയ്ക്കൊക്കെ അങ്ങനെ വളരെ അപൂർവമായിട്ടൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ പോയിട്ടില്ല, ഞാൻ ഒട്ടും തന്നെ പോയിട്ടില്ല സിനിമ സെറ്റിലൊക്കെ. ഞാൻ ആ പടം കണ്ടേക്കുന്നത്. പിന്നെ സ്റ്റേജ് ഷോസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൊണ്ടുപോകായിരുന്നു, അതിനൊക്കെ കൂടെ പോകും, കാണും. ഇനി രാജൻ പി ദേവ് സാറിന് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള, ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ രാജസേനൻ സാർ, അദ്ദേഹത്തെ ഓർക്കുന്നു. രാജൻ പി ദേവ് എന്ന് പറയുന്ന ആക്ടർ നാടകരംഗത്തെ ഒരു കിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം, ഒരു കിങ് സ്റ്റാർ ആയിരുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ പെട്ടെന്ന് ഏത് സിനിമകളിലൊന്നും അദ്ദേഹം ഇല്ലായിരുന്നു. പക്ഷേ ഈ അനിയമ്പാവ ചേട്ടമ്പാവയുടെ ഡിസ്കഷൻ സമയത്ത് ഈ പേര് കടന്നു വന്നു. പ്രത്യേകിച്ചും കാട്ടുകുതിര നാടകത്തിലെ അദ്ദേഹത്തിൻ്റെ കൊച്ചുവാവ എന്നോ അങ്ങനെ എന്തോ പേരുള്ളൊരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ആ കഥാപാത്രത്തിൻ്റെ ഒരു മെരിറ്റ് വളരെ വലുതാണ്. അപ്പം അതിനകത്തും റാഫി മെക്കാട്ടിനും ഞാനും കൂടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അനിയമ്പാവ ചേട്ടമ്പാവയിൽ ഒരു റോള് തീർച്ചയായിട്ടും രാജൻ പി ദേവ് തന്നെയായിരിക്കും നല്ലത്. കാരണം ഏത് ഭാഷയും അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടി വഴങ്ങും. അനിയമ്പാവ ചേട്ടമ്പാവയിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും പ്രസൻസും അത്യപൂർവമായിരുന്നു. പിന്നെ അങ്ങോട്ട് സത്യഭാമയ്ക്കൊരു പ്രേമലേഖനത്തിലും വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു. പിന്നെ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം. രാജൻ പി ദേവ് എന്ന് പറയുന്ന ആക്ടറുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വില്ലൻ ക്യാരക്ടർ മനോഹരമായിട്ട് ചെയ്യും, അതുപോലെ ഹ്യൂമർ ചെയ്യും. ഇപ്പോൾ അനിയമ്പാവ ചേട്ടമ്പാവയിൽ ആക്ച്വലി അവരൊരു വില്ലനിക്കാണെങ്കിൽ പോലും ടോട്ടൽ ഹ്യൂമറാണ്. അതിനകത്ത് മറ്റാര് ഹ്യൂമർ ചെയ്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രസാദ് സാറും രാജൻ പി ദേവുമാണ് ഹ്യൂമർ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അവർ ഹ്യൂമർ ചെയ്യുന്നില്ല, ആ സീക്വൻസ് എല്ലാം ഹ്യൂമറസ് ആണ്. പക്ഷെ അത് ഉൾക്കൊണ്ട് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഉന്നതനായ വളരെ വ്യത്യസ്തനായ ഒരു നടൻ തന്നെയായിരുന്നു രാജേട്ടൻ.